വെൽക്കം ഓൾ ഓഫ് യു. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ ടാക്സ് റേറ്റാണ്. സോ ട്രസ്റ്റിൻ്റെ ടാക്സ് റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലേക്കായിട്ട് ട്രസ്റ്റ് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പബ്ലിക് ഓർ പ്രൈവറ്റ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങണം. ഒന്നുകിൽ അത് പ്രൈവറ്റ് ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ അതൊരു പബ്ലിക് ട്രസ്റ്റ് ആവാം. പബ്ലിക് ട്രസ്റ്റ് എന്താണ് പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ എന്താണ് പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സാണ് അല്ലേ? അത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സാണ് അതിലുണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് മെമ്പേഴ്സാണ്. അത് ലിമിറ്റഡ് ആയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതേസമയം പബ്ലിക് ട്രസ്റ്റിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നതിൽ പബ്ലിക്കാണ്. സോ വി കനോട്ട് ഐഡൻറ്റിഫൈ ദി പേഴ്സൺ ഹൂ ഈസ് ബെനിഫൈഡ്. ഓക്കെ, സോ പബ്ലിക് അറ്റ് ലാർജ് എന്ന് പറയാം ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. പബ്ലിക് ട്രസ്റ്റ് സാധാരണഗതിയിൽ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് നമ്മൾ സാധാരണ എഴുതുക കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് പ്രൈവറ്റ് ട്രസ്റ്റ് ആണോ പബ്ലിക് ട്രസ്റ്റ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇതിൻ്റെ ടാക്സ് റേറ്റ് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് ട്രസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ പ്രൈവറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റഡ് മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. സപ്പോസ് ഒരു 4 മെമ്പേഴ്സ് മാത്രമേ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് ഉപയോഗിക്കാം. 4 മെമ്പേഴ്സ്. ഓക്കെ, 1 2 3 4. ഈ 4 മെമ്പേഴ്സിൻ്റെയും ഓരോരുത്തരുടെ ഇവർക്ക് ആർക്കും എന്തില്ല? ടാക്സബിൾ ഇൻകം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആരുടെ ഇൻകം 2.5 ലക്ഷത്തിൻ്റെ മുകളിൽ പോകുന്നില്ല. ഈ 2.5 ലക്ഷമാണല്ലോ നമ്മുടെ ബേസിക് സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൺ ഓഫ് ദി ബെനിഫിഷ്യറീസ് ഹാവിങ് ടാക്സബിൾ ഇൻകം എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ആർക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റ് എന്ത് ചെയ്യണം? ട്രസ്റ്റിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടാക്സ് റേറ്റ് ആയിരിക്കും. ഇൻഡിവിജ്വൽ ടാക്സ് റേറ്റ്. ട്രസ്റ്റ് ടാക്സ്ഡ് അറ്റ് ഇൻഡിവിജ്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു മെമ്പറുടെ ഈ 4 മെമ്പേഴ്സ് ഇത് തന്നെ കേട്ടോ, ഈ കാറ്റഗറി തന്നെ പഠിക്കും വരും കേട്ടോ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു മെമ്പറുടെ ഇൻകം അല്ലെങ്കിൽ എന്താണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത് 2.5 മുകളിലുണ്ടെങ്കിൽ, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 2.5 മുകളിലായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനി വൺ ഓഫ് ദം ഹാവിങ് ടാക്സബിൾ ഇൻകം, ഈ 1 2 3 4 എന്നുള്ളതിൽ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ രണ്ടാമത്തെ ചങ്ങായിക്ക് എന്താണ് ഒരു 3 ലക്ഷം ഇൻകം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായി ഈ കാറ്റഗറിയിൽ വരും. അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റ് എന്ത് ചെയ്യണം? MMRൽ ടാക്സ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആർക്കും ടാക്സബിൾ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇൻഡിവിജ്വൽ റേറ്റിലും, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ടാക്സബിൾ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഷാൾ പേ MMR റേറ്റ്. MMR റേറ്റിൽ ടാക്സ് വേണം. ഈ MMR റേറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ 35.88 ആണ്. ഈ 35.88 എങ്ങനെയാണ് വരുന്ന ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മാക്സിമം മാർജിൻ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് എഴുതുന്നത് 30% പഠിച്ചത്. പിന്നെ എങ്ങനെ പെട്ടെന്ന് 35.88 ജമ്പ് ചെയ്തെന്നൊരു സംശയം ഒന്നുമില്ല. 30% കോമൺ ആയിട്ട്. ദെൻ ഇതിലേക്ക് പരമാവധി വരാവുന്ന ഒരു 15% സർചാർജ്. അപ്പോൾ 30ൻ്റെ 15% എന്ന് പറയുമ്പോൾ 4.5 വരും. അപ്പോൾ ടോട്ടൽ 34.5 ആയി. ഓക്കെ, ദെൻ അതിനോട് കൂടി എന്താണ് ഈ 34.5%ൻ്റെ ഒരു 4%. ഈ 4% ഏതാ അറിയാലോ? 4% എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയണം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. ഓക്കെ, ആ സെസ് 4%. അപ്പോൾ 34.5ൻ്റെ 4% എന്ന് പറയുന്നത് 1.38 ആണ്. അപ്പോൾ ഇവിടെ 8 8 4 1 5. ഓക്കെ, ഇതാണ് ഈ 35.88 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ വലിയ
ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, അത് പ്രശ്നമാക്കണ്ട. കണക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക. പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലെ ബെനിഫിഷ്യറീസിന് ആർക്കെങ്കിലും എന്താണ് ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ MMRലും ആർക്കും ടാക്സബിൾ ഇൻകം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഷാൾ പേ അറ്റ് ഇൻഡിവിജ്വൽ റേറ്റ്. ഇതാണ് ഇതിൻ്റെ കോമൺ റൂൾ. ഓക്കെ, ദെൻ അടുത്തത് പബ്ലിക് ചാരിറ്റബിൾ. ശ്രദ്ധിക്കുക, കോമൺ ആയിട്ട് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റേറ്റിലാണ് ടാക്സ് അടയ്ക്കുന്നത്. ഇൻഡിവിജ്വൽ റേറ്റിലാണ്, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇൻഡിവിജ്വൽ റേറ്റ്. പക്ഷേ ഇവർ ഇപ്പോൾ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ചില പർപ്പസ് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ എന്താണ് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പോലെ എന്താണ് ആ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ഡീഡിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ, അതാണെങ്കിൽ ദേ ആർ വയലേറ്റിംഗ് ദി ലോ എന്ന് വയലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് MMRൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് എന്താണ് ഇൻഡിവിജ്വൽ റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് MMRൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ കാര്യം ഒന്ന് നോക്കാം. പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പം എന്താണ് ഒരു 10 lakh നിങ്ങൾക്ക് എന്താണ് വരുമാനമുള്ളത്, 10 lakh. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ 10 lakhന് 15% എന്താണ് ഓൾറെഡി നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാം അല്ലേ, അത് ചിലവാക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള ചിലവാക്കിയാൽ മതി. അങ്ങനെയാണല്ലോ ട്രസ്റ്റ് ചെയ്യുക. സോ 10 lakhൻ്റെ 15% റീറ്റെയിൻ ചെയ്യാം. അപ്പോൾ 15 lakh. അപ്പോൾ റീറ്റെയിൻ എത്ര? റീറ്റെയിൻ 15%. അപ്പോൾ ബാക്കി എത്ര ചിലവാക്കണം? 85% സ്പെൻഡ്, ഷുഡ് ബി സ്പെൻഡ് അല്ലേ, ഷുഡ് ബി സ്പെൻഡ്. 85 നമ്മളിവിടെ ജസ്റ്റ് എമൗണ്ട് എഴുതി പോകാം കേട്ടോ. ഓക്കെ, പെർസെൻറ്റേജ് ആക്കിയാലും കറക്റ്റ് എമൗണ്ടിലേക്ക് തന്നെ വരാം. അപ്പോൾ 10 ലക്ഷം, അതിൽ നമ്മൾ 15% വരുമ്പോൾ 15 ലക്ഷം നമ്മളൊക്കെ എന്താണ് അവിടെ മാറ്റി വയ്ക്കാം. ബാക്കി 88%, അതായത് 85 ലക്ഷം നമ്മളെന്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. സപ്പോസ് നിങ്ങൾ 65 ലക്ഷം മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ, സ്പെൻഡ് ഓൺലി 65 lakh. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? 20 ലക്ഷം അവിടെ ഉണ്ട്. നോട്ട് സ്പെൻഡ് അല്ലെങ്കിൽ നോട്ട് യൂട്ടിലൈസ്ഡ് ഒക്കെ പറയാം. നോട്ട് സ്പെൻഡ് 20 ലക്ഷം. ആ 20 ലക്ഷത്തിന് എന്ത് ചെയ്യേണ്ടി വരും? ഇൻഡിവിജ്വൽ ടാക്സ് റേറ്റ് ഇതാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇനി ഒന്ന് മനസ്സിലാക്കുക, ഈ 20 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ 20 ലക്ഷം നമ്മൾ ചിലവാക്കിയില്ലാണ്. ചിലപ്പോൾ ഈ 20 ലക്ഷം ചിലവാക്കാതിന് ലോജിക്കലായിട്ടുള്ള റീസൺ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളാണ് ഈ ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടുന്നു, നിങ്ങൾ ട്രസ്റ്റ് ആട്ടോ, ഇങ്ങോട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടുന്നു, നിങ്ങൾ 15 ലക്ഷം നിങ്ങൾ മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ദെൻ ബാക്കി 85 ലക്ഷം നിങ്ങൾ ചിലവാക്കാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്നതിൽ നിങ്ങൾ 65 ലക്ഷം മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളൂ, ബാക്കി 20 ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ശ്രദ്ധിക്കട്ടോ, ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഈ 20 ലക്ഷം ചിലവാക്കാത്തതിന് ഒരു കാരണം എന്താവാന്ന്. ഒന്ന്, ചിലപ്പം ഇതിൽ ഇയർ എൻഡിലാവും ചിലപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ടാകാം. ഇയർ എൻഡിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിക്കുക, നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏപ്രിൽ മുതൽ തുടങ്ങിയിട്ട് മാർച്ചിൽ അവസാനിക്കുന്നതാണല്ലോ. മാർച്ച് 31 വരെയുള്ള ഒരു 12 മാസ കാലയളവാണല്ലോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഏപ്രിൽ തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഇയറിലെ മാർച്ചിൽ അവസാനിക്കുന്ന 12 മാസം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണല്ലോ നമ്മളിത് ചിലവാക്കേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഈ മാർച്ച് ഒരു 15-നോ മാർച്ച് 30-നൊക്കെയാണ് നിങ്ങൾക്ക് ഈ 10 ലക്ഷത്തിലെ ഒരു 20 ലക്ഷം നിങ്ങൾക്ക് അവസാന ഭാഗമായിട്ടാണ് കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവാക്കാൻ ടൈം ഉണ്ടാവില്ല. ഈ ഇയറിൽ നിങ്ങൾക്ക് എന്താണ് പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഇത് ചിലവാക്കാൻ പറ്റില്ല. നമ്മളത് സമയമല്ല, വി ഹാവ് നോട്ട് ടൈം ടു സ്പെൻഡ് ദിസ് മണി. അങ്ങനത്തെ കേസ് ഉണ്ടാവാം. അത് ലോജിക്കലാണ്. അപ്പം നിങ്ങൾക്ക് ആ കാര്യം എന്താണ് അവരോട് അറിയിക്കാം, അതോറിറ്റിനോട് പറയാം, ഞങ്ങൾക്ക് ഇന്ന റീസൺ കൊണ്ടാണ്, വാലിഡ് റീസൺ ഉണ്ടായാൽ മതി, ഇന്ന റീസൺ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ചിലവാക്കാൻ പറ്റാത്തത് അല്ലേ.
ഓക്കെ, അത് ഒരു കാരണം കേട്ടോ. ഇനി മറ്റൊരു കാരണം എന്താവാന്നോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടീം ചെക്കൊക്കെ തന്നിട്ടുണ്ടോ. ഇപ്പോൾ 20 ലക്ഷത്തിൻ്റെ ചെക്ക് അങ്ങ് തന്നെ, പക്ഷേ നിങ്ങളത് ക്യാഷാക്കി മാറ്റി കിട്ടിയിട്ടില്ല, അതിന് താമസിച്ചു പോയി. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ചെക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയ പോലെ പരിഗണിക്കും സാധാരണഗതിയിൽ. നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് ആണല്ലോ അക്കൗണ്ടിങ് ഇതിലൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. ഡീംഡ് ടു ബി റിസീവ്ഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, സോ എന്താണ് നമുക്കെന്താണ് ചെക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമ്മളെ കയ്യിൽ ക്യാഷാക്കി അതിന് മാറ്റിയിട്ടില്ലാതിരിക്കുക, അതിന് കുറച്ച് സമയം എടുത്തു വരിക. അപ്പോൾ ആ സമയം ഇവിടെ തീർന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ആ രീതിയിലൊക്കെ എന്താണ് ഇത് ചിലവാക്കാൻ പറ്റാത്ത സാഹചര്യം വരാം. മേ ബി നമ്മൾ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റീസൺ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർ നിങ്ങൾക്ക് പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യും. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങളത് എന്താണ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചിലവാക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളിത് ചിലവാക്കണം എന്ന് പറയും. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഫോം നമ്പർ 10 ഉണ്ട്, ഫോം നമ്പർ 10. ഈ 10-ൽ എന്ത് ചെയ്യണം, ഇത് പറഞ്ഞിരിക്കണം. ഡ്യൂ ടു ദീസ് റീസൺ എന്താണ് ഞങ്ങൾക്ക് എന്താണ് ഇത് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് സമയം അനുവദിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ദേ വിൽ ഗ്രാൻഡ് പെർമിഷൻ. അവർ ഗ്രാൻഡ് ചെയ്യും, പെർമിഷൻ ഗ്രാൻഡ് ചെയ്യും, നമുക്ക് ആ സമയത്ത് ഇത് സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട, ഈ ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ട, ആ ഫിനാൻഷ്യൽ ഇയറിൽ ഇത് ചിലവാക്കി തീർത്താൽ മതി, കുഴപ്പമില്ല. സോ ഇതാണ് എന്താണ് ഒരു ഘടകം. ഓക്കെ, സോ അപ്പോൾ മനസ്സിലായല്ലോ, ഇത് ക്ലിയർ ആയല്ലോ. 10-ൽ 15 പിടിച്ചു, 85 ചിലവാക്കണം, 65 ചിലവാക്കിയുള്ളൂ, പക്ഷെ നമ്മൾ 20 ബാക്കി നോട്ട് സ്പെൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻഡിവിജ്വൽ ടാക്സ് അടയ്ക്കണം. ഇനി 20 ചിലവാക്കാത്തതിന് പ്രോപ്പറായിട്ടുള്ള റീസൺ ഉണ്ട്. ഒന്നുകിൽ അതെന്താണ് ഇയർ എൻഡ്, റിസീവ്ഡ് അറ്റ് ഇയർ എൻഡ് ആണ്, റിസീവ്ഡ് ഇൻ ഇയർ എൻഡ് ഒരു റീസൺ അല്ലേ, റിസീവ്ഡ് ഇൻ ഇയർ എൻഡ്, അല്ലെങ്കിൽ നോട്ട് റിസീവ്ഡ് ആയിരിക്കാം. ഇങ്ങനെ 2 കാര്യങ്ങൾ വരാം അല്ലേ. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നെങ്കിൽ എന്താണ് നോട്ട് റിസീവ്ഡ് ആവും, നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷായിട്ട് കിട്ടിയില്ല, ചെക്ക് കിട്ടീന്, പണമായിട്ട് നമ്മളെ കയ്യിൽ എത്തിയില്ല, നോട്ട് റിസീവ്ഡ് എന്നുള്ളാത്തത്. അല്ലെങ്കിൽ റിസീവ്ഡ് അറ്റ് ഇയർ എൻഡ്, ഇയർ എൻഡിൽ റിസീവ് ചെയ്താവും, ഇയർ എൻഡിൽ റിസീവ് ചെയ്തു, റിസീവ്ഡ് ഇൻ ഇയർ എൻഡ്. ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പ്രോപ്പർ ടൈമിൽ ഫിനാൻഷ്യൽ ഇയറിൽ എന്താണ് നമുക്ക് എന്താണ് ഇത് ചിലവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോം 10 ഫില്ല് ചെയ്തിട്ട് അതിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, എന്തെങ്കിലും മാത്രമേ ഇതിൻ്റെയൊക്കെ നമുക്ക് അനുമതി കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് എന്താണ് നമ്മളെ കയ്യിൽ എന്താണ് ഇത് ഇന്ന കാര്യം കൊണ്ട് ചിലവായില്ല നമ്മളെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. അതിന് പ്രത്യേകമായിട്ട് ഫോം ഉണ്ട്, ഫോം നമ്പർ 10 ആണ്. ആ ഫോമിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം അത് ഒറ്റയ്ക്ക്. അപ്പോൾ അവർ വായിച്ചിട്ട് അവർക്ക് എന്താണ് അവർക്ക് തോന്നുകയാണ് റീസൺ വാലിഡ് ആണ്, സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ട്. സോ നമ്മളെന്താണ് നമ്മൾക്ക് അവർ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി മറ്റൊരു കാര്യം എന്താണ് ഇതിനോട് കൂട്ടിയാൽ നമ്മളൊന്ന് പറയാട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണക്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്, നോക്കുക 10 ലക്ഷം കിട്ടി, 15 ലക്ഷം നമ്മൾ റീറ്റെയിൻ ചെയ്തു 15% എന്ന കണക്ക് പ്രകാരം. ഓക്കെ, ബാക്കി 85 നമ്മൾ 85 ചിലവാക്കിയില്ലായിരിക്കുക. അത് വലിയ പ്രശ്നമാണ് അല്ലേ. നമ്മൾ കുറച്ച് സംഖ്യയൊക്കെ നമ്മൾ എന്താണ് ചിലവാക്കിയത്, ബാക്കി നമുക്ക് ചിലവാക്കാത്ത നമ്മൾ റീസൺ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ ഇതാണ്, നമ്മൾ 85 ലക്ഷം ചിലവാക്കിയില്ല, അപ്പം നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്നുള്ള. ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് അടയ്ക്കണം. പക്ഷേ ശ്രദ്ധിക്കുക, ചില കേസിൽ 85 ലക്ഷം നിങ്ങൾ എന്താണ് ചിലവാക്കിയിട്ടെങ്കിലും ടാക്സ് അടയ്ക്കേണ്ട. അത് ഏത് കേസാണുള്ളത്? ആ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ 85 ലക്ഷം എന്ന് പറയുന്നത് സപ്പോസ് നിങ്ങളൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലാണ്, ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റൽ നിങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ, ചാരിറ്റബിൾ ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 85 ലക്ഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഈ വർഷം റീറ്റെയിൻ ചെയ്യും, ഒരു വർഷത്തെ 85 എടുക്കും, അടുത്ത വർഷം എന്താണ് കിട്ടുന്ന എമൗണ്ട് എടുക്കും.
മൂന്നാമത്തെ വർഷം എടുക്കും. ഇങ്ങനെ ചിലപ്പോൾ എന്താണ് വർഷങ്ങളോളം വേണ്ടി വരും. വലിയ ഒരു എമൗണ്ട് നമ്മളെ കയ്യിലേക്ക് എത്തിയതിന് ശേഷമാണ് നമുക്കിതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അതെന്താണ്, അപ്പം ഒരു ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ഇവരെന്താണ് ആ എമൗണ്ട് അവിടെ സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള കേസിലും എന്ത് ചെയ്യും, അതോറിറ്റി എന്ത് ചെയ്യും, ഇവർക്ക് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യും. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്റ് ചെയ്ത് വെക്കാം, കൂട്ടി കൂട്ടി ഒരുമിച്ച് വെക്കാം. അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ വർഷത്തെ എടുത്തു, രണ്ടാമത്തെ വർഷം എടുത്തു, 3 എടുത്തു, 4 എടുത്തു, 5 എടുത്തു, 6 എടുത്തു, പറ്റൂല. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. 6ാമത്തെ കൊല്ലത്തേക്ക് ചാടാൻ പറ്റില്ല നിലവിലെ നിയമപ്രകാരം. 5 വർഷം പരമാവധി അക്യുമുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 years ആണ് അക്യുമുലേഷൻ പീരീഡ് കേട്ടോ. അക്യുമുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 years മാക്സിമം. അത് മനസ്സിലുണ്ടായിരിക്കണം. 5 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കിട്ടുന്ന ഒരു എമൗണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ വെക്കാം. അതിന് സ്പെസിഫൈ ചെയ്യണം കേട്ടോ, പർപ്പസ് സ്പെസിഫൈ ചെയ്യണം. അതൊക്കെ അതിൽ രേഖയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഫോൺ നമ്പർ 10 നമുക്ക് ഒക്കെ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ചോദിക്കുമ്പോൾ നമ്മളാണ് ഇന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പെൻഡ് ചെയ്യാതെ, ആ ഫിനാൻഷ്യൽ ഇയറിൽ സ്പെൻഡ് ചെയ്യാതെ കയ്യിൽ വെക്കാം. അതുകൊണ്ട് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് ടാക്സ് റേറ്റ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും. ട്രസ്റ്റിന്റെ ടാക്സ് റേറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ടാക്സ് റേറ്റ് പ്രൈവറ്റ് ട്രസ്റ്റ് ആണെങ്കിൽ ഒന്നുകിൽ ഇൻഡിവിജ്വൽ റേറ്റിലോ അല്ലെങ്കിൽ MMRലോ. അല്ലെ, ഇൻഡിവിജ്വൽ റേറ്റിൽ വരണമെങ്കിൽ എന്ത് പറഞ്ഞു, ഇത് ആരുടെയും മെമ്പേഴ്സിന്റെ ടാക്സ് അവരുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഏതിൽ കൂടാൻ പാടില്ല, ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ അപ്പുറം പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരാളുടെ കൂടിയില്ലെങ്കിൽ MMRൽ ടാക്സ് ചെയ്യണം. ഇനി പബ്ലിക് ട്രസ്റ്റ് ആണെങ്കിൽ നോർമലി എന്താണ്, ഇൻഡിവിജ്വൽ. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നാണ്. ഓക്കെ, ദെൻ ട്രസ്റ്റ്, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പിന്നെ എന്താണ്, അവരുടെ പർപ്പസിൽ നിന്ന് വയലേറ്റ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ടാക്സ് ചെയ്യേണ്ടി വരും. MMRൽ ടാക്സ് ചെയ്യേണ്ടത്. MMR നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ടാക്സ് റേറ്റ് ഓഫ് ട്രസ്റ്റ്. ബാക്കി നമ്മളിതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ള കണക്ക് അവിടെ വെച്ച് പറയാം. ഓക്കെ, സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടോ ഇല്ല എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ. ഓക്കെ, എന്നാൽ എന്തെങ്കിലും വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതെങ്കിൽ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതിനനുസരിച്ച് നമുക്ക് എന്താണ് വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പരമാവധി ശ്രമിക്കാം. ഓക്കെ.